നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പുതിയ ഒരു വർഷം പിറന്നു കഴിഞ്ഞു. പലരും പല പല തീരുമാനങ്ങളും എടുക്കുകയും അത് ചിലർ അങ്ങ് വരെ എത്തിക്കും, ചിലർ പാതി വഴിയിൽ ഉപേക്ഷിക്കും, ചിലർ തുടക്കത്തിൽ തന്നെ നിർത്തും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് നമ്മളുടെ ഈ 2025 അടിപൊളിയാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. അതായത് നമുക്ക് എപ്പോഴും ഉത്സാഹത്തോടു കൂടി ഇരിക്കാനായിട്ട്, സന്തോഷമായിട്ടിരിക്കാനായിട്ട്, ജീവിതം വിജയിപ്പിക്കാനായിട്ട് നമുക്ക് ചെറിയ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു സങ്കല്പം വേണം. നമ്മുടെ അബ്ദുൽ കലാം സാർ പറയില്ലേ, സ്വപ്നം കാണണമെന്ന്. അത് തന്നെയാണ് ഈ സങ്കല്പം എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ വരണം. കാരണം ആരാണെങ്കിലും ഒരു സങ്കല്പം വേണം. ഇനി ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങണം എന്നുള്ളൊരു സങ്കല്പം, ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത പ്രൊമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടണമെന്നുള്ളൊരു സങ്കല്പം, എന്ന് വെച്ചാൽ ഉയർച്ചയിലേക്കുള്ളൊരു സങ്കല്പം. ഇനി ഇതൊന്നുമില്ല, എന്നെപ്പോലെയുള്ള വീട്ടമ്മമാരാണെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറൊന്നും നേടാനില്ലല്ലോ, പക്ഷേ നേടാനുണ്ട്. കാരണം നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാവുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു സങ്കല്പം. ഇത് പ്രായോഗികമാക്കാനായിട്ട്, അതായത് എപ്പോഴും സ്ഥിരോത്സാഹമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതി. അതായത് തോന്നുമ്പോൾ എഴുന്നേൽക്കുക, തോന്നുമ്പം ആഹാരം കഴിക്കുക, അങ്ങനെ മാറിയിട്ട് നമുക്ക് എന്നും നല്ലൊരു ജീവിതശൈലി തന്നെ വേണം. അതിന് എന്താ വേണ്ടേ? കുറച്ച് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ 4 മണിക്കും 3 മണിക്കൊന്നും എഴുന്നേൽക്കണമെന്നില്ല. എഴുന്നേറ്റാൽ നല്ലത് നമ്മൾ ഒരു 6 മണിക്ക് മുമ്പെങ്കിലും എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ചര്യയുണ്ടല്ലോ. എഴുന്നേറ്റ് ആദ്യം എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി അത് ചെയ്യുക. കാരണം ഇപ്പം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഭഗവാനോടൊരു നന്ദി പറയാനാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് പ്രധാനമായിട്ടും വേണ്ട 2 കാര്യങ്ങൾ, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും ചാർജ് ചെയ്യണം. ഈ ബാറ്ററി ചാർജ് ചെയ്താലല്ലേ പിന്നെ ബാക്കി ഉള്ള സമയത്തൊക്കെ നമുക്ക് ഇത് ശരിക്കും മുന്നോട്ട് പോവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് മനസ്സ് ചാർജ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? മനസ്സ് ചാർജ് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ധ്യാനമാണ്. അപ്പം വിചാരിക്കുക മെഡിറ്റേഷൻ. അപ്പം നമ്മൾ വിചാരിക്കും, ഞാൻ ഇത് കേൾക്കുന്ന ആരെങ്കിലും എനിക്ക് മെഡിറ്റേഷനൊന്നും അറിയാൻ മേല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ഇനിയിപ്പം ഈ സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ പഠിക്കാനൊന്നും പോകണ്ട. ഏറ്റവും ലളിതമായ ഒരു മെഡിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാം രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെങ്കിൽ കുളിക്കുക, ഇല്ലെങ്കിൽ കാലും കൈയും മുഖമൊക്കെ കഴുകി നല്ല ഡ്രസ്സൊക്കെ മാറി നല്ല ശുദ്ധമായിട്ട് വന്നിരുന്ന് നമ്മൾ സ്ഥിരമായിട്ടൊരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുക. നമ്മൾ 10 മിനിറ്റോ ആദ്യം ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ മതി, പിന്നെ കൂടുതലാണ്. അതാണ് ധ്യാനത്തിൻ്റെ ഒരു ചെറിയ ആദ്യത്തെ പടിയാണിത്. ഇത് ചെയ്യാം. പിന്നെ നമുക്ക് നാമജപം, പ്രാർത്ഥന, ഇതൊക്കെയാണ് മനസ്സ് ശുദ്ധീകരിക്കാനുള്ള, അല്ലെങ്കിൽ മനസ്സിനെ ശക്തിയാക്കാനുള്ള കാര്യങ്ങൾ. ശരീരത്തിനെ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് എക്സർസൈസ് എന്തെങ്കിലും ചെയ്യുക. അത് യോഗയാകാം, ഇല്ലെങ്കിൽ ജിമ്മിൽ പോവുകയോ അങ്ങനെ പോകേണ്ടവർക്ക് അത് പോകാം. ഏതെങ്കിലും വിധത്തിലൊക്കെ. ഇനി നടപ്പാണെങ്കിൽ അതാവാം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നമ്മളുടെ ശരീരവും മനസ്സുമൊക്കെ നമ്മളുടെ ആ ഒരു ദിവസത്തേക്കുള്ള ജീവിതത്തിൽ സജ്ജമായി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക.
ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും അറിയാമല്ലോ ഇപ്പം എന്തൊക്കെയാണ് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ നമുക്ക് ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്ത് അതൊക്കെ നന്നായിട്ട് ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ഡെയിലി റൂട്ടീനിലേക്ക് കടക്കുക. നമ്മൾ ഈ സമയത്തും നമ്മളൊരു 2 മണിക്കൂർ ഇടവിട്ട് നമ്മളൊരു ചെറിയ ഒരു 5 മിനിറ്റിന് താഴെ ഒരു റെസ്റ്റ് എടുക്കേണ്ടി വരും. കാരണം ഒത്തിരി സമയത്തേക്ക് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മുഷിച്ചിലില്ലാതെ ജോലി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ 2 മിനിറ്റ് ഒന്ന് വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാം. നമ്മൾ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഈ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തോ. പിന്നെ നമുക്കൊരു ക്ഷീണം വരുന്നത് തോന്നിയെന്ന് വിചാരിച്ചു. കാര്യം നമ്മൾ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്തു. പക്ഷേ അവർ തോന്നിക്കഴിഞ്ഞാൽ ഒരു വിഷമമില്ല. അങ്ങിരുന്ന് കഴിഞ്ഞിട്ട് ഒരു 5-6 ദീർഘശ്വാസം എടുത്താൽ മതി, നമ്മുടെ ആ ക്ഷീണമൊക്കെ പോകും. അത് കഴിഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ 2 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ കിടക്കാൻ സമയത്താണെങ്കിൽ ശരി എല്ലാവരും വളരെ വേറെ ചിന്തകളൊന്നും കൂടാതെ നമ്മൾ കിടക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ടി വി അല്ലെങ്കിൽ മൊബൈൽ കണ്ടിട്ട് അതിലെ ഇതൊക്കെ മനസ്സിലേക്ക് ഓടി വന്ന് ഇല്ലെങ്കിൽ നമ്മളുടെ കുടുംബ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ ആരെങ്കിലും ഉണ്ടോ? അതും പ്രത്യേകിച്ച് കലികാലത്തിൽ ഏത് സമയത്ത് എല്ലാവർക്കും പ്രശ്നമാണില്ലേ, എല്ലായിടത്തും നെഗറ്റീവ് എനർജിയാണ്. അപ്പം ആ നെഗറ്റീവിനെ നമ്മളുടെ ഈ ദിനചര്യ കൊണ്ടൊക്കെ നമ്മളുടെ ചിന്തകൾ കൊണ്ടും എപ്പോഴും പോസിറ്റീവാക്കുക. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങാൻ സമയത്ത് നമ്മളൊന്നും കൂടി നമ്മുടെ അന്നത്തെ ആ ചെയ്തികളൊക്കെ, അതായത് നമ്മൾ പ്ലാൻ ചെയ്തല്ലോ രാവിലെ, അതൊക്കെ നടന്നോ. അപ്പോൾ നമുക്കൊരാളെ വൈകുന്നേരം നമ്മൾ ചിന്തിക്കുക എന്തൊക്കെയാണ് ചെയ്തത്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയില്ല, എന്തായാലും ഞാൻ വിജയകരമായിട്ട് ചെയ്തു, കൂടുതൽ ചെയ്തു, ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞിട്ടിപ്പം നമുക്കിപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ അന്ന് പറ്റിയില്ല. പിന്നെ ഉടനെ തന്നെ അത് നോട്ട് ചെയ്യുക. അപ്പം പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ കാണാനുള്ളൊരു സാഹചര്യം ഒരുക്കുക. ഇനി അദ്ദേഹം ഇവിടെയെങ്കിലും ഇല്ലെങ്കിൽ പകരം വേറൊരാളെ അതിനുതകുന്ന വിധത്തിലുള്ള ഒരാളെ കാണാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മളുടെ ജീവിതം തീർച്ചയായിട്ടും വിജയിക്കും. 2025 മാത്രമല്ല 26, 27 ഒക്കെ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡും കൂടെ കുറച്ച്, കാരണം എല്ലാവരെയും കുറ്റം പറയാനും ഒക്കെയുള്ള ആ ഒരു പ്രവണത അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലാണ്. എവിടെയാണെങ്കിലും നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നൊരു പേപ്പർ നോക്കിയാലോ ഇല്ലെങ്കിൽ ടി വി കാണുകയാണല്ലോ. പണ്ടൊക്കെ ടി വി ന്യൂസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ പോലും ഇപ്പം കാണാറില്ല. കാരണം നമുക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളെ കൂടുതൽ ഈ ന്യൂസിലൊക്കെ കാണാറുള്ളൂ. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ സന്തോഷം ഉണ്ടാകും. നമ്മളെ കൂടെ നിൽക്കുന്നവർക്കും നല്ല സന്തോഷമുണ്ടാകും. നമ്മളുടെ ജീവിതം അങ്ങ് വിജയിച്ചു പോവുകയും ചെയ്യും. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.